പ്രധാനപ്പെട്ട തെക്കൻ ജില്ലകളിൽ ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോയ തെക്കൻ ജില്ലകളിലെ കുട്ടിക്കലാശത്തിനാണോ ഈ കുട്ടിക്കലാശത്തിനാണോ കൂടുതൽ ആവേശം എന്ന് പറയാൻ കഴിയാത്ത വണ്ണം മത്സരിച്ച് ആവേശിക്കുന്ന കുട്ടിക്കലാശത്തിന്റെ കാഴ്ച കാണുന്നു. എല്ലാ ഉപാധികളും ഇറങ്ങിയിട്ടുണ്ട്. വർണ്ണാഭമായ എല്ലാ ഉപാധികളും അവരുടെ ശക്തി പ്രകടനത്തിലുള്ള വേദിയാക്കി മാറ്റാൻ ഇറങ്ങിയിട്ടുണ്ട്. സ്ക്രീനിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഗ്രൗണ്ടിലും സ്ക്രീനിലും വടക്കൻ കേരളത്തിലെ തെരുവുകളിലും നിറങ്ങൾ അങ്ങനെ ആറാടുകയാണ്. നിറങ്ങളിൽ ആറാടിക്കൊണ്ടുള്ള വലിയ ആഘോഷം അവിടെ നടക്കുന്നു. നൃത്യങ്ങൾ എന്ന് കൃത്യമായി നേരത്തെ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കുട്ടിക്കലാശത്തിലുള്ള ഡാൻസിനെ വേണമെങ്കിൽ നമുക്ക് ഡെമോക്രസി ഡാൻസ് എന്ന് വിളിക്കാം. അങ്ങനെ ഡെമോക്രസി ഡാൻസ് എല്ലാ സ്ഥലങ്ങളിലും പ്രായഭേദമന്യേയും ആടിത്തിമിർക്കുകയാണ് നാട്ടുകാർ. ആളുകൾ, കുട്ടികൾ, പ്രായമുള്ള അമ്മമാർ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആഘോഷിക്കുകയാണ്. നേരത്തെ ആരാ പറഞ്ഞേ, അർമാദിക്കുകയാണെന്ന് ആരും പറഞ്ഞായിരുന്നല്ലോ, ഫഹീസ് പറഞ്ഞ പോലെ അർമാദിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ ആഘോഷം, വലിയ സന്തോഷം, കുട്ടിക്കലാശത്തിൻ്റെ ആവേശം പ്രകടമാണ് ഗ്രൗണ്ടിൽ. സമയം 5 മണി കഴിഞ്ഞ് 29 മിനിറ്റും 17 സെക്കൻഡുമാണ്. ഇനിയിപ്പോൾ അരമണിക്കൂർ 1 മിനിറ്റ് മാത്രമാണ്, 31 മിനിറ്റ് മാത്രമാണ് ബാക്കി. 31 മിനിറ്റിൽ 7 ജില്ലകളിലെ കുട്ടിക്കലാശം ആവേശത്തിൽ കൊട്ടിക്കഴി ഇറങ്ങും. 31 മിനിറ്റിൽ 7 ജില്ലകളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി അവസാനവട്ട വോട്ടിംഗ് ശതമാനം കണക്ക് പുറത്തേക്ക് വരും. അങ്ങനെ 7 ജില്ലകളായ കുട്ടിക്കലാശവും പോളിംഗ് ബൂത്തിലെ ആവേശവും പ്രകടമായി നിൽക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി കൂടിച്ചേരുന്നു. സൂരജ്, ഇക്കുറി തൃശ്ശൂരിൽ അപ്രവചനീയമാണ്, വാശിയേറിയ പോരാട്ടമാണ്, ആർക്കൊപ്പം എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്താണ് അപ്പോൾ പ്രചരണത്തിൽ ആവേശം പ്രകടമായതാണ്. ആവേശം അവസാന അരമണിക്കൂറിൽ എന്തോ അവസ്ഥ സൂരജ്? ഹാഷ്മി, തൃശ്ശൂരിൽ പൂരം കൊട്ടിക്കയറുന്നത് ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ കൊട്ടിക്കലാശം അതിന്റെ ആവേശോജ്ജലമായ കൊടുമുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ ഒരു പൂരം ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിനെയും ആവേശപൂർവ്വം സ്വീകരിച്ചിരിക്കുന്ന 3 മുന്നണികളും അവസാന നിമിഷവും അവരുടെ വീറും വാശിയും പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് പ്രവചനാതീതമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരിടമായി തൃശ്ശൂർ മാറുകയാണ്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ BJP അക്കൗണ്ട് തുറന്നയിടത്ത് ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും BJP ചിന്തിക്കുന്നില്ല. ഇടതുപക്ഷമാകട്ടെ അവരുടെ കോട്ടയാണ്. കഴിഞ്ഞ വർഷം കോൺഗ്രസിന്റെ വിമതനായ MK വർഗീസിന് ഒപ്പം നിർത്തി രാഷ്ട്രീയ തന്ത്രം പയറ്റി 5 വർഷവും കോർപ്പറേഷൻ കൈപ്പിടിയിലൊതുക്കി. ഇടതുപക്ഷമാകട്ടെ വികസന നേട്ടങ്ങളിലൂടെ വീണ്ടും അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ UDF ആകട്ടെ തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുണ്ടാകുമെന്ന് UDFും പറയുന്നു. എന്തായാലും വലിയ ആവേശത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എനിക്കിപ്പോൾ ശോഭാ സുരേന്ദ്രൻ ചേരുകയാണ്. ചേച്ചി, ഭരണം പിടിക്കും കോർപ്പറേഷൻ? തീർച്ചയായിട്ടും വലിയ മൂവ്മെന്റ് ആയിരിക്കും. തൃശ്ശൂരിൽ പ്രവചനാതീതമായ രീതിയിൽ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും വോട്ടുകൾ താമര ചിഹ്നത്തിലേക്ക് ഒഴുകി വരും. കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കും. നമ്മുടെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ബിജെപിയുടെ ജില്ലയിലെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികൾ. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ്. നല്ല വിജയം, 101% ഞങ്ങൾക്ക് വിജയപ്രതീക്ഷയാണ്. ഉണ്ടായിരുന്നു പ്രചാരണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും അശ്മി അത് തന്നെയാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സ്ഥാനാർത്ഥികൾക്ക് 100%, 101% സ്ഥാനാർത്ഥികൾക്ക്, മുന്നണികൾക്കൊക്കെ. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഇനി സ്വതന്ത്രരാണ്, അവർക്കും ജയിക്കുമെന്ന കാര്യത്തിൽ 100 അല്ല 101% അവർക്ക് വിജയപ്രതീക്ഷയാണ്. 13-ാം തീയതി വരെ വിജയപ്രതീക്ഷ വെച്ച് പുറത്താൻ അവകാശം എല്ലാവർക്കും ഉണ്ട് താനും. അവിടെ നമുക്ക് തൃശ്ശൂർ അറിയാം. അവിടെ MK വർഗീസ് ഒറ്റ സീറ്റ് പിന്തുണയിലാണ് കോർപ്പറേഷൻ ഇപ്പോൾ LDF ഭരിക്കുന്നത്. ഇക്കുറി എന്താകും എന്ന ആകാംക്ഷ നിൽക്കുന്നു. BJPയുടെ കാര്യം വന്നാൽ അവിടെ പി ആതിരെ BJP മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ്. പിന്നെ ചേരിപ്പോര്, അതിനെ തുടർന്ന് അവർ പിൻവലിച്ച് വേറെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എല്ലാ പാർട്ടികളും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. എല്ലാ പാർട്ടികളും ഈ പറയുന്ന പ്രശ്നങ്ങൾ, വിവിധ ശല്യങ്ങൾ ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അടിത്തട്ടിൽ അതിൻ്റെ പ്രവർത്തകർ കൈമേയ് മറന്ന് കഠിനാധ്വാനം ചെയ്യുന്ന 3 മാസക്കാലത്തിന് ശേഷം നടക്കുന്ന, അല്ല 3 ആഴ്ചക്കാലത്തിന് ശേഷം നടക്കുന്ന കുട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.